വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ സായ് ആൻഡ് അപ്സരാസ് ഫാമിലി വീട്ടിലേക്ക് കയറി. സായിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ കുറേ പേര് വന്ന് പറയുന്നുണ്ട് സായ് ഒരു വാഴയാണ്, സായ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ബട്ട് അയാളുടെ മനസ്സിലുള്ളത്, ഇപ്പം സ്നേഹ പോയിട്ട് പറഞ്ഞത് സീക്രട്ട് ഏജൻറ്റിനെയാണ് കാണാൻ താല്പര്യം. ആൾ പറയാതെ പറഞ്ഞു ഡയറക്റ്റും പറഞ്ഞു. അതായത് നമുക്ക് സായി ഒരു നല്ല മനുഷ്യനാവാനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനാണോ ഇവിടെ വന്നത്, ഇറ്റ്സ് എ ഗെയിം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി 4 ആഴ്ചയും കൂടെ ഉള്ളൂ എന്നൊക്കെ സ്നേഹ പറഞ്ഞപ്പോൾ പറഞ്ഞു. ബട്ട് സായിക്ക് വേണ്ടത് ഇനിയൊരു ഫെയിമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഏത് പണിയെടുത്തും സായിക്ക് ജീവിക്കാം. യൂട്യൂബ് ചാനൽ അദ്ദേഹം ചെയ്യും. ബട്ട് ആൾക്ക് വേണ്ടത് സായി കൃഷ്ണേനെയാണ്. കണ്ണൻ എന്നാണ് വീട്ടിൽ വിളിക്കാറ്. അപ്പോൾ ആളെയാണ് ആൾക്ക് വേണ്ടത്. ആളുടെ പാരൻസ്, ആളുടെ വൈഫ്, അങ്ങനെയുള്ളൊരു ഫാമിലിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടാണ് സായിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യം. ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ട് ഇറങ്ങാനല്ല അദ്ദേഹത്തിന് താല്പര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടാവുന്ന കേസ് ടിഷ്യൂ താഴിട്ടു, അതേപോലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസസാണ്. അതിലിടപെടാൻ താല്പര്യമില്ല എന്നാണ് സായി പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് അങ്ങനെ ആവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് എന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ അദ്ദേഹത്തിനെ വിടാം. നമുക്കിഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോട്ടെ. പുറത്തേക്ക് പോയാലും അദ്ദേഹത്തിന് എങ്ങനെയാണോ ആവാൻ താല്പര്യം അത് അദ്ദേഹം ആയി എന്നാണ് പറയുന്നത്. ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറേക്കാളും വലിയ കപ്പ് അത് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് സ്നേഹയായിട്ടും സായായിട്ടും ഉണ്ടായിരുന്ന ആ ഒരു, അതായത് എപ്പോഴും സായി ഫോണിലാണ്. സോ സ്നേഹയായിട്ടും സായായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ്, അതായത് നമുക്കൊരു വൈഫ് ഒരു ഹസ്ബൻഡ് ആവുമ്പോൾ വേണ്ട കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ നല്ലൊരു, നമുക്ക് കുറേ സംസാരിക്കാൻ തോന്നും, തിരിച്ചും സംസാരിക്കാൻ തോന്നും. ആ ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതലും ഫോണിലായിരുന്നു എന്ന് സ്നേഹ തന്നെ പറഞ്ഞു. സോ അതൊക്കെ മാറ്റി വെച്ച് ഇനി അവർ തമ്മിലുള്ള പേഴ്സണൽ ലൈഫ് അവർക്ക് കുറച്ചും കൂടി അധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എന്ന് സായി പറഞ്ഞു. സോ സ്നേഹ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി. കാരണം സീക്രട്ട് ഏജൻ്റ് ആണ് വേണ്ടത് എന്നൊക്കെ. പക്ഷേ സായി എന്ന് പറയുന്നൊരു വ്യക്തി, ആ ഒരു ആൾ പറഞ്ഞ അതെന്താണോ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. സായി കൃഷ്ണൻ എന്നൊരാളെയാണ് അദ്ദേഹത്തിന് ആവശ്യം. പുറത്ത് മുന്നായിരുന്നെങ്കിലും സീക്രട്ട് ഏജൻറ്റിന് എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു എന്നാണ് സായി പറയുന്നത്. സോ ആ സായിനെയാണ് സായിക്ക് വേണ്ടത്. അല്ലാതെ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു മുഖം മൂടിനെ സായിക്ക് താല്പര്യമില്ല. ഇപ്പോൾ സായി എന്ന് പറയുന്ന ഒരാളെയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ടൈറ്റിൽ ആഗ്രഹിക്കുന്നില്ല. സോ നമ്മളിവിടെ ഇരുന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. കുറേ പേര് പറഞ്ഞു വാഴയാണ്, അതാണ് ഇതാണ്. മേ ബി നിങ്ങൾക്ക് അങ്ങനെയായിരിക്കാം. നമുക്ക് മനുഷ്യന്മാർക്ക് പലരെയും പറ്റി പല തോട്ട്സ് ആയിരിക്കാമല്ലോ. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മ, അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയായിട്ടുള്ളൊരു ഫാമിലിയാണ്. നല്ലൊരു വ്യക്തിയായിട്ട് പുറത്തിറങ്ങാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ നമ്മൾ എത്ര കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു സാഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഡോഗ് മരിച്ചുപോയി എന്നുള്ളതാണ്. ഒന്നും പറയാൻ പറ്റില്ലടാ. അതിനും കുറേ ബാഡ് കമൻറ്റ്സ് താഴെ വരുന്നു. സ്വന്തം അച്ഛനോടും അമ്മോടും വൈഫിനോടും ഇല്ലാത്ത ഒരു ഇഷ്ടമാണോ ഡോഗിനോടെന്നൊക്കെ. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളൊരു പെറ്റിനെ വളർത്തിയാൽ മാത്രമേ നമുക്ക് ആ സ്നേഹം മനസ്സിലാവുള്ളൂ. അത് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വൈഫിനോടും ഉള്ളതിനേക്കാൾ ഉപരി സ്നേഹം മേ ബി ഉണ്ടായിരിക്കും ഒരു ഡോഗിനോട്. കാരണം അത് നമുക്ക് തരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ഓർ കെയർ, ഒരു കുട്ടിയുടെ പോലെ അത് നമുക്ക് വളർത്തിയാലും നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴും മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. മനസ്സിലാവാത്തവർ അതിനെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കാൻ നോക്കുക. അപ്പം അതിൽ കുറച്ച് ഡിപ്രസ്ഡ് ആണ് സായി. ബട്ട് റിക്കവറായി വരുന്നുണ്ട്. ആൻഡ് അപ്സരയുടെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്സര ആൻഡ് ഹസ്ബൻഡ് തമ്മിലുള്ള വൈബ് സൂപ്പർബാണ്. അവർ നല്ല ഫ്രണ്ട്ലിയാണ്. അത് നമുക്കതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു. അപ്സരയുടെ ഹസ്ബൻഡ് കൊടുക്കേണ്ട എല്ലാ ക്ലൂസും മിക്കവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കിയവർ മുന്നോട്ട് പോകട്ടെ. 2 പേരുടെ ഫാമിലിനെ കുറിച്ച് 2 പേരും വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ 2 പേരെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പോയത്. പിന്നെ രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞു. അതിലാണ് അപ്സര ആൻഡ് ജാസ്മിൻ അടികൾ നടന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലൈവ് ഇപ്പോൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വീടൊക്കെ കാണുന്നു, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. കുറച്ച് സമയം സായി ഡൗൺ ആയിരുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയിട്ട് റിക്കവറായി വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ്. പിന്നെ കമൻറ്റ്സ് കുറേ നമ്മുടെ മറ്റേ ഹോട്ട്സ്റ്റാറിൻ്റെ താഴെ കണ്ടത് അർജുനെയും ശ്രീധുവിനെയും പറ്റി. ശ്രീധുവിൻ്റെ അമ്മ അവിടെ വന്ന് സംസാരിച്ചു.
ശ്രീധുവിന് അത് സ്വന്തം അമ്മ സംസാരിച്ചൊരു കാര്യമാണ്. അത് ഹിറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ആ കൊച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം, ഡയറക്റ്റായിട്ട് ഓപ്പണായിട്ട് പറയാം. അതിൻ്റെ ഇടയിൽ ഒരാളെ റസ്മിനെ കൊണ്ട് നിർത്തി, ഈ ഗബ്രിയും ജാസ്മിനും ഉണ്ടായ പോലെ റസ്മിനെ കൊണ്ട് നിർത്തി അതിൻ്റെ ഇടയിൽ, പിന്നെ അങ്ങനെ ഒരു സംസാരം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പേര് BGM ഇട്ട് ഇൻസ്റ്റയിൽ ഇറക്കുന്നു. ജാസ്മിനും അർജുനും ഇരുന്ന് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് ശ്രീതു റസ്മാനെ കുറച്ച് പേര് പാട്ട് പാടി ആസ്വദിക്കുകയാണ്. അർജുൻ നീ നിനക്ക് ഞങ്ങളുണ്ട് സപ്പോർട്ട്, ശ്രീതു എന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ, ശ്രീതുവിനെ എന്താണ് പറയുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സോ ആ അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സ്വന്തം മോളെ കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ കേൾക്കാനായിട്ട് ഒരു അമ്മയ്ക്കും താല്പര്യം ഉണ്ടാവില്ല. അല്ലാതെ നീ വോട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ, അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നോ സംസാരിച്ചോ നൈറ്റ് ടോക്സ് ഒക്കെ ഉണ്ടാക്കിക്കൊന്നും ഒരു അമ്മയും പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത് അമ്മ പറഞ്ഞത് എടുക്കാൻ ശ്രീധുവിന് തോന്നിയെങ്കിൽ ഓക്കെ. പക്ഷെ അത് ഡയറക്റ്റായിട്ട് ശ്രീധുവിന് അർജുനോട് പറയാം. ഇപ്പം അവർ അർജുൻ ഇരിക്കുന്നുണ്ട് ഒരു റൂമിൽ, ശ്രീധു ഇരിക്കുന്നുണ്ട് സെൻട്രലിൽ, റസ്മിൻ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് റസ്മിൻ ശ്രീധുവിന് ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം? ശ്രീധു യെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ക്ലാരിറ്റി വരുത്തുന്നത് ശ്രീധുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ശ്രീധുവിന് ഇവിടെ കിടന്ന് സൈബർ ബുള്ളി ചെയ്തിട്ടോ അല്ലെങ്കിൽ ശ്രീധുവിന് അത് പറഞ്ഞിട്ടോ ഇത് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അത് ആ കുട്ടിയുടെ ചോയ്സാണ്, ഏത് ഫ്രണ്ടിനെ ഫ്രണ്ടാക്കി എടുക്കണമെന്നുള്ളത്. അവർ തമ്മിലൊരു റിലേഷൻഷിപ്പും ഇല്ല, ഫ്രണ്ട്സായിരിക്കാം. അതിനിപ്പോൾ അർജുനെ പൊക്കിയടിച്ച് ശ്രീധുവിനെ താഴേക്ക് കൊണ്ടിട്ട് ആവശ്യം പ്രത്യേകിച്ച് ഒരു ഗെയിമും അവിടെ കണ്ടിട്ടില്ല. അർജുൻ ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിമിൽ ടാസ്കിൽ, അല്ലാതെ ഒരു ഗെയിം അവിടെ ഇല്ല. ശ്രീധുവിന് ഒരു ഗെയിമും അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു കോമ്പോയുടെ ബേസിസിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് നിൽക്കുക, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോരാ. വെറുതെ എന്തിനാ ഒരു കോമ്പനെ പിടിച്ച് നിൽക്കുന്നത്? അതാണ് ആളുടെ അമ്മ പറഞ്ഞത്. സോ എന്താണോ അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് ശ്രീധുവിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ. അഥവാ ഇങ്ങനെ പോകാനാണ് താല്പര്യമെങ്കിൽ പുറത്തോട്ട് വരാം. അത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ കുറേ അർജുനെ പൊക്കി അടിച്ച് അർജുനാകെ ശോകമാക്കി കാണിച്ച് ശ്രീധു കാരനാണ് അർജുൻ ശോകമായതെന്ന് കാണിച്ച് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരുമാതിരി ശ്രീധു അർജുനെ തേച്ച പോലെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് അതൊക്കെ നമ്മളെ കുറച്ചൊക്കെ, ഇത് ജസ്റ്റ് എ ഗെയിം, ഇതൊരു ഗെയിമാണ്. ഈ ഒരു 3 മാസം കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫുണ്ട്. ആ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. അതൊരു പേഴ്സണൽ ലൈഫാണ്, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഗെയിമാണ്, പബ്ലിക്കാണ്. കുറച്ചധികം മനസ്സിലാക്കി നമ്മൾ പെരുമാറാൻ ശ്രമിക്കാം. അപ്പം നെക്സ്റ്റ് ടോപ്പിക്സ് ആയിട്ട് വരാൻ മതി. ബൈ.